ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കിഴങ്ങും മുട്ടയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. എഗ് കബാബിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ഒരു എഗ് കബാബ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഇതാ മുട്ട ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്സ് വേണോ അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കാം. ഇനി ഓരോ മുട്ടയും നമുക്ക് 4 പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ ഇതാ 12 പീസായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളകാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. ഇതിപ്പോൾ ഒരു 2 വലിയ സവാളയാണ് കേട്ടോ ഇതുപോലെ പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതാ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പച്ചമുളക് അത്യാവശ്യം എരിവുള്ളത് കൊണ്ടാണ് ഈ ഒരു കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചത്. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗരം മസാലയാണ്. ഇതിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊന്ന് മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണേ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഇതാ നമ്മുടെ ആ ഒരു പൊടികളുടെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതാണുള്ളതെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ എടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഒരു ഉരുളക്കിഴങ്ങും മസാലയും തമ്മിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിച്ച് കിട്ടണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ആ ഒരു മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്കിനി സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 മുട്ട ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോർ ആണ്. ഇതിപ്പോൾ ഒരു 2 ടീസ്പൂൺ അളവിലാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് കോട്ട് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതാ ബ്രെഡ് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ട എടുത്ത് വെക്കാം. അതുപോലെ നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതാ അതിൽ നിന്നും ഓരോ ഉരുളായിട്ട് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ നിന്നും ഒന്ന് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുട്ട ഒന്ന് കവർ ചെയ്ത് എടുക്കുന്ന രൂപത്തിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
മുട്ട പുറത്തോട്ട് കാണാത്ത രൂപത്തിൽ വേണം കേട്ടോ കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇതൊരു ഉന്നക്കായുടെ ഷേപ്പിലാണ് കേട്ടോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, അതിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കൈയൊന്ന് കഴുകിയിട്ട് വേണം കേട്ടോ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഡബിൾ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്, എന്നാലാണ് കാണാനും ഒരു ഭംഗി. അതിൻ്റെ ആ ഒരു ഫീലിംഗ് ഒന്നും പുറത്തോട്ട് പെട്ടെന്ന് വരികയില്ല ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡബിൾ കോട്ടിങ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. എന്നാലും നമ്മൾ കാണാനും ഭംഗി ഉണ്ടാവുക. അതുപോലെ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഡബിൾ കോട്ടിങ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇത് നേരെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലോട്ട് കുറച്ചധികം തന്നെ എണ്ണ ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഓരോ കബാബും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരു ഭാഗം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നന്നായിട്ട് കളറൊന്ന് മാറി കിട്ടണ്ട കേട്ടോ. ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. പിന്നെ ഇത് ഒരുപാട് വേവാനൊന്നുമില്ല, എല്ലാം നമ്മൾ വേവിച്ചതാണല്ലോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഇതുപോലെ ഓരോന്നും ഈ ഒരു കളറൊന്ന് ആയി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. അപ്പോൾ എല്ലാം തന്നെ ഞാനിത് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പും ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത നമ്മുടെ എഗ് കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയാണ് കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.